ഡൽഹിയിലെ മത്സര ചിത്രം അവസാന ഘട്ടത്തിൽ എന്താണ് പ്രതീക്ഷകൾ? ഓരോ പാർട്ടിയും എങ്ങനെയാണ് പങ്കുവെക്കുന്നത്? ആം ആദ്മി പാർട്ടിക്ക് വീണ്ടും ഒരു ജയം ഉണ്ടാകുമോ അവിടെ എന്ന ചോദ്യം ബലപ്പെടുന്നു. BJP തൂത്തുവാരും ഒരു സുവർണകാലം അവിടെ വരാൻ പോകുന്നു, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വരാൻ പോകുന്നു എന്ന് BJP പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അവസാന അറിയേണ്ടത് കലാശക്കൊട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. കലാശക്കൊട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. കാരണം നമ്മൾ കേരളത്തിൽ അത് കാണുന്നതാണല്ലോ. പിന്നെ എങ്ങനെയായിരിക്കും? പൊളിക്കല്ലേ? വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ, സ്മിത. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കലാശക്കൊട്ട് സാധാരണ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത്തരത്തിൽ കലാശക്കൊട്ട് വലിയ ആഘോഷപൂർവ്വമുള്ള പ്രചാരണ പരിപാടികളോ അവസാന ദിവസം ഉണ്ടാകാറില്ല എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഡൽഹിയിൽ അത്തരത്തിലുള്ള ചിത്രം പല പോക്കറ്റുകളിലും ഉണ്ടാകാറുണ്ട്. ഓരോ മണ്ഡലത്തിന്റെയും സ്വഭാവം അനുസരിച്ച് വലിയ ജനപങ്കാളിത്തമുള്ള പ്രചരണം, വാശിയേറിയ പരസ്പരം മുഖാമുഖം നിന്നുകൊണ്ടുള്ള പ്രചരണവും മറ്റും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ കടന്നുവരവ് തന്നെയാണ് അത്തരത്തിലൊരു സാഹചര്യം ഡൽഹിയിൽ ഉണ്ടാക്കിയത്. കഴിഞ്ഞ 2 തവണത്തെക്കാൾ വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ ഡൽഹിയിൽ നടക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം ആം ആദ്മി പാർട്ടിയെ ചോദ്യം ചെയ്യാനില്ലാത്ത പ്രചരണമായിരുന്നു കഴിഞ്ഞ 2 തവണയും നടത്തിയിരുന്നത്. ആദ്യ ഘട്ടത്തിൽ 50 ദിവസത്തെ സർക്കാർ നടപ്പാക്കിയ സൗജന്യ വെള്ളം, വൈദ്യുതി തുടങ്ങിയ പ്രചരണം ആയിരുന്നു പിന്നീടുള്ള 2 തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ തോതിൽ ഗുണം ചെയ്തത്. ഇത്തവണയും അത് തന്നെയാണ് അടിസ്ഥാന വോട്ടുകളെ ആം ആദ്മി പാർട്ടിക്കൊപ്പം നിർത്തുന്നത് എങ്കിൽ അതേസമയം ഈ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾക്കെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ ഈ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. BJP അത് പ്രചരണ വിഷയമാക്കുന്നുണ്ട്. മറ്റ് പ്രചാരണ വിഷയങ്ങൾക്കൊപ്പം തന്നെ ഡൽഹിയിൽ ഇത്തവണ പ്രചരണത്തിന് വിഷയങ്ങൾക്ക് ഒരു കുറവുമില്ല. അത് യമുന നദിയിലെ മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം, അഴിമതി, സ്കൂളുകളിലെ അഴിമതി, ഒപ്പം തന്നെ മൊഹല്ല ക്ലിനിക്കുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നത്, കൂടാതെ ഡൽഹിയിലെ ശുചീകരണ പ്രവർത്തികൾ കൃത്യമായി നടക്കുന്നില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോശം സംവിധാനമുള്ള നഗരമാണ് ഡൽഹി എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രചരണ ആയുധമാക്കി. അതേസമയം BJPക്കെതിരെയും ശക്തമായ വിഷയങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി ഉന്നയിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച അങ്ങനെ ഡൽഹി അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. അപ്പം നേരത്തെ ബൽറാം പറയുകയായിരുന്നു, സാധാരണ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെയല്ല, ഡൽഹിയിൽ അത്യാവശ്യം കലാശക്കൊട്ടൊക്കെ നല്ല ഊർജ്ജത്തോടു കൂടി തന്നെ ഉണ്ടാകും. അപ്പോൾ വരും മണിക്കൂറുകൾ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും.